അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ജനത്തിന്റെ ദുഷ്ടത അങ്ങ് ക്ഷമിച്ചു. അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു. കോപമെല്ലാം അങ്ങ് ദൂരെ അകറ്റി. അങ്ങയുടെ ഉഗ്രകോപം പിൻവലിച്ചു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. അങ്ങയുടെ രോഷം പിൻവലിക്കണമേ. എന്നേക്കും അങ്ങ് ഞങ്ങളോട് കോപിക്കരുതേ. തലമുറകളോളം അങ്ങയുടെ കോപം നിലനിർത്തരുതേ. അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ. കർത്താവായ ദൈവത്തിന്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ. തന്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു. ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവിടുത്തെ രക്ഷ സമീപസ്ഥമാണ്. ദൈവമഹത്വം ദേശത്ത് നിലനിൽക്കും. കൃപയും സത്യവും കണ്ടുമുട്ടും. നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. ആകാശത്ത് നിന്ന് നീതി കടാക്ഷിക്കും. കർത്താവ് തന്റെ നന്മകൾ പ്രദാനം ചെയ്യും. ഭൂമി അതിന്റെ വിളവ് നൽകും. നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും. അവന്റെ പാതകൾ ഭൂമിയിൽ ക്രമപ്പെടുത്തും. കർത്താവേ, ചെവി ചായ്ക്കണമേ. എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അഗതിയും നിസ്സഹായനുമാകുന്നു. അങ്ങ് നല്ലവനാകുന്നുവല്ലോ. എന്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ ദാസനെ രക്ഷിക്കണമേ. എന്റെ പ്രത്യാശ അങ്ങിലാണല്ലോ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്നെന്നും ഞാൻ അങ്ങേ വിളിക്കുന്നു.
അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നല്ലവനാണല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കൃപാവരം സമൃദ്ധമാണ്. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. ഞെരുക്കകാലത്ത് ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരമരുളി. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അങ്ങയുടെ പ്രവൃത്തികൾ അതുല്യമാണല്ലോ. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജനതകളും അങ്ങയെ ആരാധിക്കും, അങ്ങയുടെ നാമം സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വലിയവനാകുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങ് മാത്രമാകുന്നു ദൈവം. കർത്താവേ, അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ. സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ. തിരുനാമത്തെ ഭയപ്പെടുന്നവരിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമമെന്നും സ്തുതിക്കും. അങ്ങയുടെ കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു. സിയോനിൽ നിന്ന് അങ്ങ് എന്നെ വീണ്ടെടുത്തു. ദൈവമേ, ദുഷ്ടന്മാർ എനിക്കെതിരായി നിരന്നു. ശക്തരുടെ സമൂഹം എന്റെ ജീവനെ തേടി, അങ്ങേ അവർ ഓർത്തില്ല. കർത്താവായ ദൈവമേ, അങ്ങ് കാരുണ്യവാനും ദയാനിധിയും ശാന്തശീലനുമാണ്. അങ്ങിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, എന്നിലേക്ക് തിരിയണമേ. എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ ദാസന് ശക്തി നൽകണമേ. ദാസിയുടെ പുത്രനെ സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നന്മയുടെ അടയാളം അങ്ങ് എന്നിൽ പതിക്കണമേ. എന്റെ വിരോധികൾ അത് കണ്ട് ലജ്ജിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായേ, നീ അനുതാപികളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സുവിശേഷത്തെ തള്ളിപ്പറയിൽ ഒരു നാളും നിൻ തിരുനാമം ഘോഷിച്ചവർ ബലമുള്ളവരായ എന്നാളും അവരുടെ ഗാത്രം പീഡകളാൽ ദുർബലമാക്കിയ വൈരികളെ വിശ്വാസത്തോടു നേരിട്ടു വിസ്മയമാനസരാക്കി സദാ അവരുടെ ദൈവിക കൃത്യങ്ങൾ ഉദ്ഘോഷിക്കുന്നെന്നാളും നാനാദിക്കുകളും. ഞങ്ങൾക്കു നിത്യമഹത്വം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. സഭയാമമ്മേ പാടുക മോദാൽ നിടസാക്ഷികളും ധന്യഗണങ്ങൾക്കൊപ്പം നീ വാളിനു മുൻപിൽ നിന്നതിമോദ ഗളവന്നേകി വിജയകിരീടം അവർ ചൂടി. തങ്ങളിൽ വാഴും ശക്തിയിലൊട്ടും സംശയം അവരിലുയർന്നില്ല. അവരുടെ പാവനമാത്മാക്കൾ വിൺമേഘത്താൽ വാഹിതമായി മഹിമയണിഞ്ഞൊരു നിരയായി സ്വർഗത്തേക്ക് പറന്നല്ലോ. അവരുടെ അസ്ഥികൾ എന്നുമിതാ ഞങ്ങൾക്കായി വിടർത്തിപ്പോ നാഥൻ കൃപ ചൊരിയാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗാഗുൽത്തായിൽ ശ്ലീവാ തന്നെ ദിനസാക്ഷികളൊരു പാവനരത്നം ദർശിച്ചു. അവരത് മുദമോടാശ്ലേഷിച്ചു ഗളരക്തത്താൽ സ്നേഹത്താലും കൈക്കൊണ്ടു. രക്ഷകനീശോ അക്ഷയമാകും മണവറയേകി പ്രതിഫലമായി മിശിഹാതൻ പ്രിയ സ്നേഹിതരെ സുതനാൽ മകുടമണിഞ്ഞവരെ
നിണസാക്ഷികളെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്നാളും. നിങ്ങളോടൊപ്പം ഞങ്ങളെയും സ്വലോകത്തിൻ മണവറയിൽ നാഥൻ ചേർക്കാനായി. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ആകയാൽ നീ പ്രവചനമായി ഇപ്രകാരം അവരോട് പറയുക: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ നീ പ്രവചനമായി ഇപ്രകാരം അവരോട് പറയുക: കർത്താവായ ദൈവം ഇപ്രകാരം അരുൾ ചെയ്യുന്നു: എന്റെ ജനമേ, നിങ്ങളുടെ കുഴിമാടങ്ങൾ തുറന്ന് നിങ്ങളെ ഞാൻ കല്ലറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇസ്രായേലിന്റെ നാട്ടിൽ നിന്റെ ഭവനത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരും. എന്റെ ജനമേ, നിങ്ങളുടെ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർപ്പിക്കുമ്പോൾ ഞാൻ കർത്താവാണെന്ന് നിങ്ങൾ അറിയും. എന്റെ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. നിങ്ങളെ ഞാൻ നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ അറിയും, കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്നും ഇത് പ്രവർത്തിച്ചതെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതശുദ്ധി നിറഞ്ഞവരാം സഹദാമാരെ ഉയർത്തിയവൻ, തിരുനാൾ ദിനമിതു നൽകിയവൻ, മിശിഹാനാഥൻ സ്തുത്യർഹൻ. വിശ്രുതരായ വിശുദ്ധന്മാർ പാവനനാകും റൂഹായാൽ ദൈവിക ശക്തി അണിഞ്ഞവരായി ശത്രുജനങ്ങളെ വിജയിച്ചു. മിശിഹാനാഥനോടുള്ളിലെഴും സ്നേഹാഗ്നിയിലാ ധന്യഗണം ചിത്ത
ഹസ്തം വിണ്ണിലുറപ്പിച്ചു, മഹിത പ്രഭയോടു രാജിച്ചു. ദൂതഗണങ്ങൾ സാനന്ദം നാദനു ഗീതികൾ പാടിയിടും, മോദം നിറയും സ്വർഗത്തിൽ അവകാശങ്ങൾ അവർ നേടി. പാവനമവരുടെ തിരുനാളിൽ മാനവരൊപ്പം മാനവരും സഫദൻ സുതരും മോദമോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദ്ധിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ ക്രൂശിച്ചവരിൽ നിന്ന് ഭയാനകമായ കല്ലേറ് സഹിക്കാൻ ശംശാനമാരുടെ തലവനും പ്രഥമ രക്തസാക്ഷിയുമായ സ്തഫാനോസിനെ ധൈര്യപ്പെടുത്തിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്നോടുള്ള സ്നേഹം മൂലം ഈ ലോകത്തെ വിലയില്ലാത്തതായി കണക്കാക്കാനും ക്രൂരരാജാക്കന്മാരുടെ ഭീഷണിയിൽ തളരാതെ വേദനകളും കഠിന പീഡനങ്ങളും സഹിക്കാനും വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്റെ വിശുദ്ധരെ സഹായിക്കുകയും തങ്ങളുടെ ശരീരങ്ങളെ പീഡനത്തിനും മുറിവിനുമായി അവർ ഏൽപ്പിച്ചു കൊടുത്തതിനാൽ സ്വർഗരാജ്യത്തിന് എൻ്റെ വലതുഭാഗത്ത് നീ നിത്യമായി സന്തോഷിക്കുമെന്ന വാഗ്ദാനം നൽകുകയും ചെയ്ത നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വേദസാക്ഷികളോടൊപ്പം പോരാട്ടത്തിനിറങ്ങുകയും അവരുടെ സഹനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ക്ലേശങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്ത നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിഗ്രഹാരാധകരുടെ ഭീഷണികളെ അവഗണിക്കാനും ക്രൂരരാജാക്കന്മാരെ ധീരതയോടെ നേരിടാനും നിന്റെ യോദ്ധാക്കളെ ശക്തിപ്പെടുത്തിയ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ വിശുദ്ധരുടെ ഓർമ്മയാഘോഷിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നിന്റെ അജഗണമായ ജനത്തെ രക്ഷിക്കുകയും നിന്റെ രാജ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചാലുമെന്ന നിന്റെ മാധുര്യമുള്ള സ്വരം എല്ലാവരെയും കേൾപ്പിക്കുകയും
ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്